ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് അമ്പനാട് എസ്റ്റേറ്റ് കാണാനാണ് പോകുന്നത്. ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഇപ്പം നേരെ പോയി പമ്പിൽ പോയി എണ്ണയടിച്ചിട്ട് നേരെ ആയൂർ, അഞ്ചൽ, പുനലൂർ, തെന്മല റൂട്ട് വഴിയാണ് പോകുന്നത്. ഈ പോകുന്നത് തെന്മല റൂട്ട് കയറി ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം റോഡിൻ്റെ സൈഡായിട്ടൊക്കെ കൈതച്ചക്ക കൃഷി ചെയ്യുന്ന കണ്ടിട്ട് ഞങ്ങളവിടെ നിർത്തി കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നിട്ട് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ആ ജംഗ്ഷൻ തെന്മലയായിരുന്നു. അങ്ങനെ ആ തെന്മലയും കഴിഞ്ഞ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഈ കാണുന്നതാണ് തെന്മലയിലെ കണ്ണറപ്പാലം എന്ന് പറയുന്നത്. തെന്മലയെന്ന് പറഞ്ഞാൽ ഈ കണ്ണറപ്പാലമാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. ഈ കാണുന്ന കണ്ണറപ്പാലത്തിൻ്റെ മുകളിൽ കൂടാണ് ട്രെയിൻ പോകുന്നത്. അതായത് തെങ്കാശി, പുനലൂർ ആ റൂട്ടിലുള്ള ട്രെയിനൊക്കെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ തെന്മലയൊക്കെ കഴിഞ്ഞ് പോയിട്ട് നമുക്ക് തിരിയേണ്ടത് കഴുതുരുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് കയറിയിട്ടാണ് പോകേണ്ടത്. ഈ ക്ഷേത്രമൊക്കെ കാണുന്ന അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ടാണ് നമുക്ക് അമ്പനാട് എസ്റ്റേറ്റിലോട്ട് കയറി പോകേണ്ടത്. ഈ കാണുന്ന വഴി കൂടെ എല്ലാം ഞങ്ങൾ പോയി. കുറച്ചെടുത്തത് സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ വഴിയൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയത്. ആ എസ്റ്റേറ്റിലോട്ട് കയറി ചെല്ലുമ്പോൾ രണ്ട് വശത്ത് നല്ല റബ്ബറും തോട്ടമാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ടൊക്കെ എന്നിട്ട് കൊക്കോ മരങ്ങളും പിന്നെ പറങ്കിമാവുകളും അങ്ങനത്തെ കുറേ കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. കുറേ ദൂരത്തോളം അങ്ങനെ നമുക്ക് കാണുന്നത്. ഇവിടെ എല്ലാം ഇതേപോലത്തെ വീടുകളാണ് പിന്നെ കാണാൻ പറ്റിയത്. പിന്നെ റബ്ബർ തോട്ടത്തിൻ്റെ സൈഡിലായിട്ട് പുഴയോ തോടോ എന്തൊക്കെയോ ഒഴുകുന്നുണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല. ഇതാണ് റബ്ബറും പുര. ഇവിടുത്തെ എല്ലായിടത്തും കാണുന്നത് ഇതേ പെയിൻറ്റിലാണ് അവർ അടിച്ചു വെച്ചിട്ടുള്ളത്. വെള്ളച്ചാട്ടം കാണാൻ പോകാം. ഇത് നല്ലതാണോ? ആദ്യത്തിന് സുഹൃത്തുക്കൾ കാണിച്ച് പിടിച്ചും കൊടുക്കും. വാങ്ങോട്ട് വരാനൊട്ടും താല്പര്യമില്ലായിരുന്നു ആളിന്. പിന്നെ എങ്ങനെയെങ്കിലും അടുത്ത വെള്ളച്ചാട്ടം കാണിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വിളിച്ചുകൊണ്ടുപോയി. ഈ കാണുന്ന പോലെയാണ് ഞാൻ പറഞ്ഞത് പറങ്കിമാവ രണ്ട് സൈഡൊന്നും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോയപ്പോഴത്തേന് പിന്നെ നമുക്കൊരു വഴിയുടെ ഒരു സംശയം വന്നു. എങ്ങോട്ടാ, വലത്തോട്ടാണോ ഇടത്തോട്ടാണോ എന്ന് പോകുന്നത്. കണ്ടോ, നേരെ പോയ വേറൊരു സ്ഥലത്തോട്ടും വലത്തോട്ട് പോയാൽ നമുക്ക് അമ്പനാട് എസ്റ്റേറ്റിലും പോവാം. അങ്ങനെ ഞങ്ങൾ അവിടെ വഴി ചോദിച്ചിട്ട് ഞങ്ങൾ വലത്തോട്ട് പോയി. ഈ സ്ഥലം കാണാനായിട്ട് അധികം ആൾക്കാരൊന്നും പോകത്തില്ല, കുറച്ച് പേരെ കണ്ടോളൂ. എന്നാലും ഒരു 3-4 വണ്ടികളെ ഞങ്ങളന്ന് കണ്ടിട്ടുള്ളായിരുന്നു. ബാക്കിയെല്ലാം അവിടെ ഉള്ളവരുടെ വണ്ടികളും അവിടെ ഉള്ളവരെ മാത്രമേ കണ്ടുള്ളൂ. അവിടുത്തെ ഉള്ളവരുടെ വണ്ടികളെന്ന് പറയാൻ പോലും അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. ഇതുപോലെ ഒഴിഞ്ഞ ഒരിടമായിരുന്നു. പിന്നെ ഒരു സെക്ഷനായിട്ട് കൈതച്ചക്കയുടെ കൃഷി, പിന്നെ കുഞ്ഞു കുഞ്ഞു റബ്ബറും മരങ്ങൾ. വീടിനായാലും കടകളായാലും എല്ലാം നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ വീടുകളും അതുപോലെ കടകളും എല്ലാം നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കാണാനും. ഈ കണ്ടത് അവിടുത്തെ ഒരു ക്ഷേത്രമാണ് കണ്ടത്. നമുക്ക് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ റേഞ്ചോ ഒന്നും കാണത്തില്ല. അപ്പോൾ നമുക്ക് സംശയം വന്നാൽ അവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ അവർ വഴി പറഞ്ഞ് തരും. അങ്ങനെ ഞങ്ങൾ വഴിയൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് ഉള്ളിലോട്ട് കയറിയത്. കയറിപ്പോൾ ആദ്യം എത്തിയപ്പോഴത്തേന് തേയില കൃഷിയൊക്കെ കണ്ടു തുടങ്ങി. ഈ രണ്ട് സൈഡിലും തേയില കൃഷിയൊക്കെ തുടങ്ങി. നമ്മളങ്ങനെ കയറ്റം കയറി പോവും. അപ്പോൾ കയറ്റം കയറി പോകുമ്പോൾ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിടത്ത് വെള്ളച്ചാട്ടം കണ്ടാൽ അതിൻ്റെ മുകളിൽ അതിൻ്റെ ബാലൻസ് നമുക്ക് കാണാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ടാണ് ഒരിടത്തുനിന്ന് താഴെ ആ വെള്ളച്ചാട്ടം പോകുന്നത്. വലിയ വെള്ളച്ചാട്ടമൊന്നുമില്ല, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, നമ്മളെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ 1-2 വണ്ടികളെ നമുക്ക് ഓപ്പോസിറ്റായിട്ട് വന്നിട്ടുള്ളൂ. ഒരു ഓട്ടോയോ പിന്നെ ഒരു ജീപ്പോ അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ വണ്ടികളൊന്നും അധികം അങ്ങനെ തിരക്കോ ആൾക്കാരൊന്നും അധികം ഉള്ളിലോട്ട് പോയതായിട്ട് കണ്ടിട്ടില്ല. ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് നമ്മളവിടെ ഗേറ്റിൽ നിന്ന് നമ്മളെ പറഞ്ഞു വിടുക. അതായത് ഇപ്പോൾ 4 പേരുണ്ടെങ്കിൽ അത് 400 രൂപയായിരിക്കും. അത് പാസ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ എസ്റ്റേറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ അതിൽ നിന്ന് കടത്തി വിടത്തുള്ളൂ. എന്നാൽ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് അവിടെ ജോലി ചെയ്ത ചേച്ചിമാരൊക്കെ അവിടെ ഇരിക്കുന്നതായിട്ട് കാണാം. അല്ലാതെ ആൾക്കാരൊന്നും ഇങ്ങനെ നമുക്ക് കാണാനോ ഒന്നും പറ്റത്തില്ല. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും, എല്ലാവരും കാണുക.
അങ്ങനെ നമ്മൾ പറഞ്ഞ് അമ്പനാട് എസ്റ്റേറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനി പാസ് എടുത്ത് നമ്മളും അതിലൊക്കത്തേക്ക് പോകുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോ ഞാൻ പാർട്ട് 2 ഇടുന്നതായിരിക്കും. എല്ലാവരും കാണുക. അപ്പോൾ ബായ്.